ഹലോ ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നമ്മുടെ മാവ് തളർക്കുന്നതിനോടൊപ്പം തന്നെ പ്രത്യക്ഷപ്പെടുന്ന ഒരു കീടത്തെക്കുറിച്ച് പറയാനാണ് നിൽക്കുന്നത്. അതായത് നന്നായിട്ട് മാവ് തളർത്ത് വരുന്ന സമയത്ത് ഇതിൻ്റെ ഇലകൾ മുറിച്ച് കളയും. വളരെ ഒരു ഷാർപ്പായിട്ട് കട്ട് ചെയ്ത പോലെ, അല്ലെങ്കിൽ ഒരു കത്രിക കൊണ്ട് കട്ട് ചെയ്ത പോലെ ഷാർപ്പായിട്ട് അത് മുറിച്ച് കളയും. നമ്മൾ നോക്കിയാൽ ഇഷ്ടം പോലെ ഇങ്ങനെ മുറിച്ച ഇലകൾ മാവിൻ്റെ ചോട്ടിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിന് കാരണം ഒരു തരം ബീറ്റിലാണ്, ഒരു വീവിളാണ്. വീവിളിന് അതായത് ലീഫ് കട്ടിംഗ് വീവിൾ എന്നാണ് പറയുക, അല്ലെങ്കിൽ ഒരു ചെല്ലി എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണ വളർച്ചയെത്തിയ പ്രാണികൾ വന്നാൽ ഈ ഇല കട്ട് ചെയ്യും. അത് മാത്രമല്ല ചെയ്യുന്നത്, ആദ്യം ഇത് ഇലയിൽ മുട്ടയിടും. കുരുന്ന് ഇലയിൽ മുട്ടയിടും. മുട്ട വിരിഞ്ഞ് ലാർവ ഉണ്ടാവും. ലാർവയോടൊപ്പം തന്നെ ഇത് മണ്ണിലോട്ട് അങ്ങ് പോകും. ഇത് വീഴുന്ന സമയത്ത് ലാർവയോടൊപ്പമാണ് വീഴുന്നത്. അത് വീഴുന്ന സമയത്ത് ഇല ഒന്ന് ചെറുതായിട്ടൊന്ന് ചുരുളുന്നതിനോടൊപ്പം അത് ഇലയുമായിട്ട് മണ്ണിലോട്ട് പോകും. അപ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്ന പ്യൂപ്പൽ സ്റ്റേജാണ്. പ്യൂപ്പൽ സ്റ്റേജ് നടക്കുന്നത് മണ്ണിലാണ്. അതും ഏതാനും ദിവസം എടുക്കും. അപ്പോൾ പ്യൂപ്പൽ സ്റ്റേജ് വിരിഞ്ഞിട്ട് പിന്നെ പ്രായപൂർത്തിയായ അഡൾട്ടായിട്ടുള്ള പ്രാണികൾ പുറത്തു വരും. അത് വീണ്ടും അതിൻ്റെ ജോലി തുടർന്നുകൊണ്ടേയിരിക്കും. വീണ്ടും മുട്ടയിടും, ലാർവ ഉണ്ടാവും. അങ്ങനെ അതോടൊപ്പം തന്നെ നമ്മുടെ ഇലകൾ നശിച്ചുകൊണ്ടും ഇരിക്കും. അപ്പോൾ ഇതിനൊരു ഫലപ്രദമായിട്ടുള്ള കൺട്രോൾ അത്ര എളുപ്പമല്ല, ബുദ്ധിമുട്ടാണ്. അതിനൊരു സമഗ്രമായിട്ടുള്ള ഒരു നിയന്ത്രണ മാർഗമാണ് പറയുന്നത്. അതായത് ഇതിൻ്റെ ഇലകൾ പറക്കി കളയുക, നശിപ്പിച്ച് കളയുക, പിന്നെ മണ്ണ് ഇളക്കുക, ലാർവയെ നശിപ്പിക്കാനായിട്ട് മണ്ണ് കളയ്ക്കുക, അങ്ങനെയൊക്കെ പറയുന്നെങ്കിലും അത് എത്രത്തോളം എഫക്റ്റീവ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഞാനിത് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇത് നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഒരു കീടനാശിനി അടിക്കാം എന്ന് തീരുമാനിച്ചു. അറ്റാക്ക് തുടങ്ങിയപ്പോൾ തന്നെ, അതായത് ഒരു 2 ദിവസത്തിന് മുമ്പ് തന്നെ ഇത്രയും പോർഷനിലുള്ള ഇലകൾ മാത്രമേ കട്ട് ചെയ്ത് കളഞ്ഞുള്ളൂ. അപ്പോൾ തന്നെ ഞാനൊരു കീടനാശിനി അടിക്കാൻ തീരുമാനിച്ചു. ലാറ 909 എന്ന് പറയുന്ന കീടനാശിനി. ഇത് വിഷം ഉള്ളത് തന്നെയാണ്. കാരണം ഇതിൽ മഞ്ഞ ലേബലുണ്ട്. മഞ്ഞ ലേബൽ സൂചിപ്പിക്കുന്നത് ഹൈലി ടോക്സിക് എന്നുള്ളതാണ്. പക്ഷേ എന്നാലും ഈ സ്റ്റേജിൽ ഇത് അടിക്കുന്നുണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല. അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ 2 ml എന്ന തോതിൽ അതൊന്ന് മിക്സ് ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ ഫലപ്രദമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. കാരണം ഈ 2 ദിവസത്തിന് ശേഷം, അതായത് മരുന്ന് അടിച്ചതിന് ശേഷം പിന്നെ ഒറ്റ ഇല പോലും കട്ട് ചെയ്തതായിട്ട് കണ്ടില്ല. അപ്പോൾ ഇനി ഞാൻ ഒന്നും കൂടെ നിരീക്ഷിക്കുന്നു. ഒരു 2 ആഴ്ച കൂടെ നോക്കിയിട്ട് വേറെ ഇലകളൊന്നും കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് എഫക്റ്റീവ് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.